നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ്. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടയാത്ത വാതിൽ. ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് നമ്മുടെ വീടിൻ്റെ അകവും പുറവുമുള്ള വാതിലുകൾ. തലമുറകളായി എത്ര പേർ കടന്നു വന്നു, എത്ര പേർ കടന്നുപോയി. ഓരോ തവണ തുറക്കുകയും ഓരോ തവണ അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു കാലഘട്ടം എന്തെല്ലാം അതിന് പറയാനുണ്ടാവും. അടഞ്ഞ വാതിലിനും അടയാത്ത വാതിലിനും ദ്രവിച്ച വാതിൽ തടികളും അതിൽ വിളക്കി ചേർത്ത കൊളുത്തും കൊണ്ടിയും വിജാവരികളും എല്ലാം ജീവനുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ സങ്കല്പിച്ചു നോക്കൂ. അപ്പോൾ ഓരോ കഥകൾക്കും ഓരോ വാതിലുകൾക്കും പറയാൻ 1000 കഥകൾ കാണും. ആ കഥകൾ ആരെയും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയില്ല. 100ഉം 150ഉം വർഷങ്ങൾ കഴിഞ്ഞ് വീടിൻ്റെ ബലക്ഷയം സംഭവിച്ച വീടിൻ്റെ തൂണും കഴുക്കോലും എല്ലാം വെട്ടിപ്പൊളിച്ച് അഗ്നിക്കിരയാക്കുമ്പോൾ ആ വാതിലുകൾ നമുക്ക് നൽകിയ സുരക്ഷിതത്വത്തെപ്പറ്റി ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ജീവിതം തന്നെ ഒരു വാതിൽ മാതിരിയാണ്. അടയുകയും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഒരടയാത്ത വാതിൽ. നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സുഖങ്ങളും അനുഭവങ്ങളും പ്രതികരണങ്ങളും എല്ലാം ഒരു വാതിൽ പഴുതിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ചെറുത്, വാതിൽ തുറന്നു കഴിയുമ്പോൾ കാണുന്നത് വളരെ വലുത്. ജീവിതവും അങ്ങനെയാണെന്ന് ഞാൻ കരുതട്ടെ. ഈ കവിത 1 വർഷത്തിന് മുമ്പ് എഴുതിയ ഒന്നാണ്. ഒരു കാലഘട്ടം, ഒരു 20 വർഷത്തിന് മുമ്പ് എൻ്റെ രക്തത്തിൽ പറന്ന ചേച്ചിയെ കാണാൻ പോയപ്പോൾ ഉണ്ടായ ഒരു സംവാദം. ഇരുവർക്കും മനസ്സിനിഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ. അത് ജീവിതത്തെ എത്രമാത്രം മുന്നിലോട്ട് കൊണ്ടുപോയോ പിന്നിലോട്ട് കൊണ്ടുപോയോ എന്നറിയില്ല. അന്ന് വലിച്ചടച്ച വാതിൽ പിന്നെ തുറക്കാൻ 20 വർഷം വേണ്ടി വന്നു. 20 വർഷങ്ങൾക്ക് ശേഷം അവരിലുണ്ടായ മാറ്റങ്ങളും എന്നിലുണ്ടായ മാറ്റങ്ങളും പരസ്പരം തിരിച്ചറിയാൻ തന്നെ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ഈ 20 വർഷങ്ങൾക്ക് ശേഷം അവരും അവരുടെ കുടുംബനാഥനും കൂടി ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ദർശനത്തിന് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിക്കുകയാണ്, ഇത് ചേച്ചിയല്ലേ എന്ന്. 20 വർഷത്തിൻ്റെ മാറ്റങ്ങൾ, 20 വർഷത്തിൻ്റെ ഭാവപ്പകർച്ചകൾ വീണ്ടും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ വാതിലുകൾ വീണ്ടും തുറക്കപ്പെട്ടു. അപ്പോൾ ആ അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ ചലനങ്ങളാണ് ഈ കവിതയ്ക്ക് ആധാരം. ഓരോ വാതിലുകൾക്കും ഓരോ ജനാലകൾക്കും എത്രമാത്രം കഥകൾ, എത്രമാത്രം അനുഭവങ്ങൾ നമ്മളോട് പറയാൻ കാണും. എന്തെല്ലാം നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കും. ആ ഒരു ചിന്ത നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ ഒരു വാതിൽ നിസ്സാരമായി നമ്മൾ കാണുന്നു. ഒരു വാതിൽ തുറക്കപ്പെടുന്നു, കുട്ടി അടയ്ക്കപ്പെടുന്നു, വീണ്ടും തുറക്കുന്നു, വീണ്ടും അടയ്ക്കുന്നു. അങ്ങനെ ഒരു ദിനത്തിൽ ഈ വാതിലിലൂടെ കടന്നു പോകുന്ന മനുഷ്യ മനസ്സുകൾ എന്തെല്ലാമാവും ചിന്തിച്ചു കൂട്ടുക. അങ്ങനെയൊക്കെയുള്ളൊരു
ഒരു തോന്നൽ. ആ തോന്നലിൽ നിന്നാണ് ഈ കവിതയുടെ ജനനം. ഈ കവിതയിലെ ചില വരികൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, എങ്കിലും വീണ്ടും അമർത്തി അടയ്ക്കുന്നു. ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, എങ്കിലും വീണ്ടും അമർത്തി അടയ്ക്കുന്നു. സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ, സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും അത്തരത്തിലെന്ന തോന്നൽ പൂണ്ടു, ജീവിതവും അത്തരത്തിലെന്ന തോന്നൽ പൂണ്ടു. ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു. തുടർന്നുള്ള വരികളും ആലാപനവും അതിൻ്റെ ദൃശ്യവും നിങ്ങൾ കാണുമല്ലോ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്ക്. നന്ദി, നമസ്കാരം. ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു. ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു. സുരക്ഷിതമെന്ന വിശ്വാസത്തിൽ പലതവണ ജീവിതവും അത്തരത്തിലെന്ന തോന്നൽ പൂണ്ടു. സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും അത്തരത്തിലെന്ന തോന്നൽ പൂണ്ടു. ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു. സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും അത്തരത്തിലെന്ന തോന്നൽ പൂണ്ടു. ചുടുനിശ്വാസമുതിർക്കുന്നു കാലങ്ങളോളം, ചുടുനിശ്വാസമുതിർക്കുന്നു കാലങ്ങളോളം, മാറ്റങ്ങൾ പലതും വരുന്നു, പുതുനാമ്പുകൾ പിറവിയെടുക്കുന്നു. ചുടുനിശ്വാസമുതിർക്കുന്നു കാലങ്ങളോളം, മാറ്റങ്ങൾ പലതും വരുന്നു, പുതുനാമ്പുകൾ പിറവിയെടുക്കുന്നു. ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു. സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും അത്തരത്തിലെന്ന തോന്നൽ പൂണ്ടു, ജീവിതവും അത്തരത്തിലെന്ന തോന്നൽ പൂണ്ടു. മാറ്റങ്ങൾ പലതും വരുന്നു, പുതുനാമ്പുകൾ പിറവിയെടുക്കുന്നു. മാറ്റങ്ങൾ പലതും വരുന്നു, പുതുനാമ്പുകൾ പിറവിയെടുക്കുന്നു. അവരും ആവർത്തിക്കുന്നു ഈ തുറക്കലും അടയ്ക്കലും, അവരും ആവർത്തിക്കുന്നു ഈ തുറക്കലും അടയ്ക്കലും. ഒന്നുമറിയാത്ത ഭാവത്തിൽ നിലകൊള്ളുന്നീ വാതിൽ പഴുതിലൂടെ, ഒന്നുമറിയാത്ത ഭാവത്തിൽ നിലകൊള്ളുന്നീ വാതിൽ പഴുതിലൂടെ. കാലവും കോലവുമെല്ലാം മാറ്റപ്പെടുന്നു പലപ്പോഴും. ഒന്നും അറിയാത്ത ഭാവത്തിൽ നിലകൊള്ളുന്നീ വാതിൽ പഴുതിലൂടെ. കാലവും കോലവുമെല്ലാം മാറ്റപ്പെടുന്നു പലപ്പോഴും. അന്നുമെന്നുമെന്നും പല പല രഹസ്യങ്ങളും കണ്ടുമറക്കുന്നു. അന്നുമെന്നുമെന്നും പല പല രഹസ്യങ്ങളും കണ്ടുമറക്കുന്നു. ഈ വാതിൽ പഴുതിലൂടെ ഒരു യുഗപ്പിറവിയും കടന്നുപോകും. ഈ വാതിൽ പഴുതിലൂടെ ഒരു യുഗപ്പിറവിയും കടന്നു പോകുന്നു. മാപ്പുസാക്ഷിയാം ജീവിത വഴിയിൽ മൂകസാക്ഷിയായി
നിൽക്കുന്നീ വാതിൽ പാളികൾ. മാപ്പുസാക്ഷിയാം ജീവിത വഴിയിൽ മൂകസാക്ഷിയായി നിൽക്കുന്നീ വാതിൽ പാളികൾ. ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു, എങ്കിലും വീണ്ടും അമർത്തിയടയ്ക്കുന്നു. സുരക്ഷിതമെന്ന വിശ്വാസത്താൽ പലതവണ ജീവിതവും അത്തരത്തിലെന്ന തോന്നൽ പൂണ്ടു നിശ്വാസമുതിർക്കുന്നു. കാലങ്ങളോളം മാറ്റങ്ങൾ പലതും വരുന്നു, പുതുനാമ്പുകൾ പിറവിയെടുക്കുന്നു. മാറ്റങ്ങൾ പലതും വരുന്നു, പുതുനാമ്പുകൾ പിറവിയെടുക്കുന്നു. ചേർത്തു വെച്ച നാൾ മുതൽ വിടവ് സൃഷ്ടിക്കുന്നു.